ഇപ്പോഴും ആ വോയിസ് കേൾക്കുമ്പോൾ എന്തോ ദൈവം വന്ന് വിളിച്ച പോലെയാണ് ഫീൽ ചെയ്യുന്നത്. കാരണം അത്രയ്ക്കും വലിയൊരു ഫാനാണ് ഞാൻ. ഞാനൊരാവണി തിന്നലായി മാറി ആ നിമിഷത്തിൻ്റെ നിർവൃതിയിൽ ഞാനൊരാവണി തിന്നലായി മാറി. ഏജ് കൂടുന്ന പോലെ പിച്ചും കൂടുന്നുണ്ടായിരുന്നു. ആദ്യം ബീല് പാടി, പിന്നെ സീല് പാടി, പിന്നെ സി ഷാർപ്പ് പാടി. അങ്ങനെ ആ നിമിഷത്തിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. ഞാൻ എല്ലാ സ്ഥലത്തും എന്നുവെച്ചാൽ ആ പാട്ട് പാടിയാൽ ഒരു ബെഞ്ച് മാർക്കാണ് ആ പാട്ട്. എന്നെ ഇത്രയും കാലം സ്നേഹിച്ച എല്ലാവരും ഭയങ്കര പേഴ്സണലായിട്ടാണ് ആ വിന്നെ കണ്ടത്. അപ്പം അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം. ഞാൻ വിന്നറായി എന്നുള്ള പോസ്റ്റിനൊക്കെ ഉള്ള കമൻസ് എല്ലാവരും അത്രയ്ക്കും അവരെ വീട്ടിലുള്ളൊരു കുട്ടീനെ പോലെയാണ് കാണുന്നത്. മധുമൊഴിരാതെ നിന്നെ തേടി അലയുകയാണൊരു മാധവ ജന്മം അറിയുകയായി അവനീ ഹൃദയം അരുണ സിന്ദൂരമായി കുതിരും മൗനം. സി കേരളത്തെ പാട്ടുകൾ സാറ് കാണാറുണ്ട്. ഓരോ പാട്ടിനെയും പറ്റി എന്നോട് പറഞ്ഞു. ആനന്ദ നടനം എന്നുള്ള പാട്ടൊക്കെ ഞാൻ പാടിയിട്ടുണ്ടായിരുന്നു, സാറ് എഴുതിയതാണ്. അതിനെപ്പറ്റി പറഞ്ഞു, സാറ് പാട്ടുകൾ കേൾക്കാറുണ്ട്, ഇഷ്ടമാണ്, ആരാധകനാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് തന്നെയായിരുന്നു. കോളേജിൽ അന്ന് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാനും അതെ, ഭയങ്കര ഗ്രേറ്റ്ഫുൾ. പൈതലാം യേശുവേ ഉമ്മ വെച്ചുണർത്തിയ ആട്ടിടയാർ ഉന്നതരേ, നിങ്ങൾ തൻ ഹൃത്തിൽ യേശുനാഥൻ പിറന്നു. ലലലാ 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 ലലാ ആഹാ ആഹാ ആഹാ. സരിഗമപ സീസൺ 3 വിന്നർ ദേവനന്ദയാണ് എറോറ മീഡിയ നെറ്റ്വർക്കിൽ അതിഥിയായിട്ടുള്ളത്. ദേവുട്ടി എന്ന് വിളിക്കാം അല്ലേ? അതായിരിക്കും നല്ലത്. ദേവുട്ടി എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. അപ്പൊ ദേവുട്ടി എന്ന് തന്നെ വിളിക്കാം. ഏറ്റവും വലിയൊരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് ഇപ്പൊ സരിഗമപ ടൈറ്റിൽ വിന്നർ ആയിരുന്നു. ആ ഒരു സന്തോഷം എങ്ങനെ ഉണ്ടായിരുന്നു? അത് വല്ലാത്തൊരു മൊമെന്റ് ആയിരുന്നു. കാരണം എന്താണ്, എനിക്ക് തോന്നുന്നു എന്നെക്കാളും എന്നെ ഇത്രയും കാലം സ്നേഹിച്ച എല്ലാവരും ഭയങ്കര പേഴ്സണലായിട്ടാണ് ആ വിന്നെ കണ്ടത്. അപ്പം അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം. ഞാൻ വിന്നറായി എന്നുള്ള പോസ്റ്റിനൊക്കെ ഉള്ള കമൻസ് എല്ലാവരും അത്രയ്ക്കും അവരെ വീട്ടിലുള്ളൊരു കുട്ടീനെ പോലെയാണ് കാണുന്നത്. പിന്നെ ഇപ്പം ഹരിമുരളീരവൻ പാടിയതുകൊണ്ട് ആ ഒരു ഇതിലും ആൾക്കാർ ചോദിക്കുന്നു. ഇപ്പം ട്രെയിനിൽ വന്നപ്പോൾ എല്ലാവരും ഹരിമുരളീരവൻ പാടിയ കുട്ടിയല്ലേ, ആ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഭയങ്കര എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇപ്പം പറയുമ്പോൾ ഞാനാണല്ലോ ടൈറ്റിൽ. അങ്ങനെ അത്രയും ഭയങ്കര സന്തോഷം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീഡിയോ എടുത്ത് ഇങ്ങനെ കാണുക, ഞാൻ തന്നെയാണോ പാടിയത്? അല്ല, ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ലെജൻഡറി അല്ലെങ്കിൽ ദാസേട്ടൻ പാടിയ ഒരു ഹരിമുരളീരവൻ എന്നുള്ള ഒരു സോങ് ഒരു ഫീമെയിൽ ഒരു സിംഗർ പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെ. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ഒരു പാട്ട് ഒരു ഫൈനൽ സ്റ്റേജിൽ ഇങ്ങനെ പാടുന്നത്. അപ്പൊ എങ്ങനെയായിരുന്നു ആ ഒരു പാട്ട് സെലക്ട് ചെയ്യേണ്ട ഒരു കാരണം? അത് റൗണ്ട് ഇങ്ങനെ ക്ലാസിക്കൽ റൗണ്ടാന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ ഹരിമുരളീരവൻ ഒന്നും എൻ്റെ മനസ്സിൽ പോലും ഉണ്ടായിരുന്നില്ല. വേറെ കുറേ പാട്ടുകളായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഓപ്ഷൻ കൊടുത്തു, അങ്ങനെ എല്ലാം ഒത്ത് വന്നില്ല. അപ്പോൾ ലാസ്റ്റ് ഓപ്ഷനായിരുന്നു ഹരിമുരളീരവൻ. അപ്പോൾ അങ്ങനെ എന്നോട് ഗ്രൂമർ ലക്ഷ്മി ചേച്ചി ചോദിച്ചു, എന്നാൽ പിന്നെ ഹരിമുരളീരവൻ പാടി നോക്കിയാലോ എന്ന്. അപ്പോൾ ഞാൻ മറ്റേ നടക്കേണ്ട പറ്റുമോ എന്നെക്കൊണ്ട്. കാരണം ഒന്നാമത് ആ സസ്റ്റെയിൻ ചെയ്യേണ്ട ഭാഗമൊക്കെ ആ ഒരു മൊമെൻറ്റിൽ കിട്ടിയിട്ടില്ലെങ്കിൽ പോയില്ലേ, ഫിനാലയും കൂടിയല്ലേ. അപ്പോൾ ഞാനിങ്ങനെ കുറേ ഡൗട്ട് ഉണ്ടായിരുന്നു, വേണോ എന്നുവെച്ചാൽ അടിപൊളിയായി പാടിയാൽ അടിപൊളിയായി, പക്ഷെ പോയാൽ പോയില്ല. ആ ഒരു ടെൻഷൻ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കാണ്ട് 3 ദിവസം ഉണ്ടായിരുന്നുള്ളൂ ഫിനാലേക്ക്. കഷ്ടപ്പെട്ട് പഠിച്ച് പാടി. ഗ്രൂമേഴ്സ് ശ്രീരാജേട്ടൻ, ലക്ഷ്മി ചേച്ചി, രാകേഷ് ഏട്ടൻ, വൃന്ദ ചേച്ചി അവരൊക്കെയാണ് ഗ്രൂമേഴ്സ്. അവരുടെയൊക്കെ ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിരുന്നു ആ ഒരു 3 ദിവസം. ശ്രീരാജേട്ടനൊക്കെ എന്നെ ഇരുന്ന് പഠിപ്പിച്ചതാണ്. കാരണം ആ പാട്ട് പഠിക്കാൻ
ബാക്കി പാട്ടൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും ഒറ്റയ്ക്ക് കുറച്ചെങ്കിലും ഒരു ധാരണ ഉണ്ടാവും പഠിച്ചാൽ. പക്ഷെ ഹരിമുരളീരം അങ്ങനെ പഠിക്കാനേ പറ്റില്ലല്ലോ ഒറ്റയ്ക്ക്. പിന്നെ ശ്രീരാജേട്ടനൊക്കെ ഇരുന്ന് പഠിപ്പിച്ച് അങ്ങനെ എല്ലാവരുടെയും ഒരു എഫേർട്ടാണ് അന്ന് സ്റ്റേജിൽ കണ്ടത്. ഞാൻ 2 ദിവസം മുന്നേ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. കൈതപ്രം സാറിന്റെ ഒരു വാക്ക്. അതെ, അതായത് ഒരു സിംഗറിന് അല്ലെങ്കിൽ ഒരു ഗായികയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് തന്നെയാണ് ആ ഒരു വാക്ക് എന്ന് പറയുന്നത്. ദേവനന്ദനെ റെക്കമെൻഡ് ചെയ്യുന്നു, എന്ത് നല്ല പാട്ടുകാരിയാണ് ആ കുട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വാക്ക്. ആ ഒരു സന്തോഷ നിമിഷത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? മോളെ എവിടെയാണ് പഠിക്കുന്നത് എനിക്ക് അറിയാമായിരുന്നു. ഞാൻ ആരാധകനാണ് മോളുടെ. മാത്രമല്ല മോൾക്ക് വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുള്ള കാര്യം ഉറപ്പായിട്ട് നിങ്ങളെ മുമ്പിൽ വെച്ച് പറയുന്നു. സിനിമയ്ക്ക് വേണ്ടി തീർച്ചയായിട്ടും. കാരണം അതിന് യോഗ്യതയായിട്ടുണ്ട് അവർക്ക്. എന്ത് രസമായിട്ടാണ് പാടുന്നത്. നിങ്ങളെ ഭാഗ്യമാണ്. ഒരു വാനമ്പാടി നിങ്ങളെ കൂടെ ഉണ്ട് എന്ന് നിങ്ങളെ ഭാഗ്യമാണ്. അത് തീരെ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ഒരു മൊമെൻ്റ് ആയിരുന്നു. അത് കോളേജിൽ ഇങ്ങനെ ലിറ്ററേച്ചർ ഫെസ്റ്റ് ആയിരുന്നു. അപ്പോൾ കൈതപ്രം സാർ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ സാറെ മുന്നിൽ സാറ പാട്ട് തന്നെ പാടാൻ പറഞ്ഞു. അപ്പോൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. പക്ഷെ ഒരിക്കലും ഞാൻ പാട്ട് പാടുന്നതിൻ്റെ മുന്നേ ഞാൻ ക്രൗഡിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ സാറ് സ്റ്റേജിൽ നിന്നപ്പോൾ എന്നെ ഇങ്ങനെ വിളിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ബാക്കിൽ സൗണ്ട് സിസ്റ്റത്തിൻ്റെ ആരെങ്കിലും വിളിക്കുകയായിരിക്കും. ഞാൻ കുറേ എന്നെയാണോ പറ നീ തന്നെ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പോയിട്ട് അപ്പോഴാണ് ഞാൻ അറിയുന്നത് സാറിന് എന്നെ നേരത്തെ അറിയാം. സീ കേരളത്തെ പാട്ടുകൾ സാറ് കാണാറുണ്ട്. ഓരോ പാട്ടിനെയും പറ്റി എന്നോട് പറഞ്ഞു. ആനന്ദ നടനം എന്നുള്ള പാട്ടൊക്കെ ഞാൻ പാടിയിട്ടുണ്ടായിരുന്നു, സാർ എഴുതിയതാണ്. അപ്പം അതിനെപ്പറ്റി പറഞ്ഞു. സാറ് പാട്ടുകൾ കേൾക്കാറുണ്ട്, ഇഷ്ടമാണ്, ആരാധകനാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് തന്നെയായിരുന്നു. കോളേജിൽ അന്ന് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാനും അതെ, ഭയങ്കര ഗ്രേറ്റ്ഫുൾ. പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടിയാലോ? പ്രണയമണി തോവൽ പൊഴിയും പവിഴമഴ, മഴവിൽ കുളിരഴക് വിരിഞ്ഞൊരു വർണ്ണമഴ, തോരാത്ത മോഹമീ മഴ, ഗന്ധർവഗാനമീ മഴ, തോരാത്ത മോഹമീ മഴ, ഗന്ധർവഗാനമീ മഴ, ആദ്യാനുരാഗരാമഴ. അടിപൊളി. തുടക്കം തന്നെ ഒരു പവിഴമഴ പൊഴിച്ചു. ഈ പാട്ടാണ് സാറ് മുന്നിൽ, കൈതപ്രം സാറ് മുന്നിൽ കോളേജിൽ നിന്ന് പാടിയതില്ല. പിന്നെ ദേവുട്ടി, അതായത് ഒരു പാട്ടുകാർക്ക് ഒരു തുടക്ക കാലഘട്ടം ഉണ്ടായിരിക്കും. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ പാട്ട് അഭ്യസിച്ചത് എങ്ങനെയായിരുന്നു? ഈ പാട്ടിന്റെ മേഖലയിലേക്ക് വരാനുണ്ടായിരുന്ന ഒരു സാഹചര്യം? ഞാൻ തുടക്കത്തിൽ നഴ്സറിയിലൊക്കെ പാട്ടൊക്കെ അങ്ങനെ എല്ലാവരും പാടുന്നാലും അങ്ങനെ പാടുമായിരുന്നു. അപ്പോൾ പാരൻസ് പാട്ട് പഠിക്കാൻ ചേർത്തു. ആദ്യം അനിൽ സാർ അടുത്തായിരുന്നു, പിന്നെ വിജയൻ കോർ സാർ അടുത്ത് കർണാട്ടിക് പഠിക്കാൻ പോയി. സാറടുത്ത് പോയപ്പോഴാണ് ആക്ച്വലി പാട്ട് സീരിയസ് ആയിട്ട് എടുക്കാം എന്നുള്ളൊരു തോട്ട്. സാർ അത്രയ്ക്കും അടിപൊളിയായിട്ട് പഠിപ്പിക്കും. അപ്പോൾ സാറിന് എന്നെയും ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ സാറടുത്ത് പോയിട്ടാണ് എനിക്ക് പാട്ടൊന്ന് സീരിയസ് ആയിട്ട് എടുക്കണം എന്നുള്ളൊരു തോട്ട് വന്നേ. പിന്നെ അങ്ങനെ ഫേസ്ബുക്കിലൊക്കെ പാടിയിട്ടായിരുന്നു, സ്മ്യൂള് ആ ഒരു കാലഘട്ടം. അപ്പോൾ ഒക്കെ പാടി പോസ്റ്റ് ചെയ്യായിരുന്നു. അങ്ങനെ പിന്നെ ഓഡീഷൻസ് പോയാലോ എന്നൊക്കെ വിചാരിച്ച് കുറേ ഓഡീഷന് പോയി. അങ്ങനെയാണ് ഞാൻ ടോപ്പ് സിംഗറിൽ എത്തുന്നത്. അതിലൊന്നതിന് ശേഷമാണ് ഇത്രയും എക്സ്പീരിയൻസും. കാരണം 2 വർഷം ഉണ്ടായിരുന്നു. നമ്മളൊക്കെ ഗ്രൈൻഡ് ചെയ്തെടുത്ത് എന്ന് വെച്ചാൽ ഇതിലിപ്പോൾ വരുമ്പോഴും ഒരു പാട്ട് പെട്ടെന്ന് പഠിച്ച് പാടാൻ പറഞ്ഞാൽ ടോപ്പ് സിംഗറിൽ അങ്ങനെ പെട്ടെന്ന് പഠിച്ചതുകൊണ്ട് അതൊക്കെ എക്സ്പീരിയൻസ്ഡായി. എല്ലാം വേഗം പഠിക്കാനുള്ളൊരു ഗ്രാസ്പിംഗ് മെൻറ്റാലിറ്റി അവിടെ നിന്ന് കിട്ടി. അങ്ങനെ എല്ലാം കൊണ്ടും ഫൈനൽ ഓഡീഷനൊക്കെ ഓർമ്മയുണ്ട്. ഞാൻ ഒരു ടെൻഷനും ഇല്ല, ഒന്നും അറിയില്ലല്ലോ ഒന്നാമത്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അങ്ങനെ അതിൽ വന്നതിന് ശേഷമാണ് ശരിക്കും പാട്ട് തന്നെയാണ് എനിക്ക് പെർസീവ് ചെയ്യാൻ താല്പര്യം എന്നുള്ളൊരു സംഭവം. എനിക്ക് തോന്നുന്നു ടോപ്പ് സിംഗറിന് മുൻപ് അമൃത ടിവിയിൽ വലിയൊരു ഫാൻ പറഞ്ഞൊരു പാട്ട് ഞാൻ കേട്ടായിരുന്നു. ആ പാട്ട് പാടിയതിനു ശേഷം ജാനകിയമ്മ വിളിച്ചിരുന്നു എന്നുള്ളൊരു ഞാൻ കേട്ടിരുന്നു. ജാനകിയമ്മ അന്ന് എന്തോ ഒരു സ്പെഷ്യൽ ദിവസമായിരുന്നു. അന്ന് രാവിലെ അങ്ങനെ ഒരു ഫോൺ കോള് ഞാൻ എടുത്തുകൊണ്ട്, ജാനകിയമ്മ, എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഞാൻ കരയാനൊക്കെ തുടങ്ങി. അല്ല ഇപ്പോഴും ആ വോയിസ് കേൾക്കുമ്പോൾ എന്തോ ദൈവം എന്ന് വിളിച്ച പോലെയാണ് ഫീൽ ചെയ്യുന്നത്. കാരണം അത്രയ്ക്കും വലിയൊരു ഫാനാണ് ഞാൻ. പാട്ടും ജാനകിയമ്മേൻ്റെ ആണ് എല്ലാ സ്റ്റേജിലും ഏകദേശം ജാനകിയമ്മേൻ്റെ പാട്ടുകൾ തന്നെയാണ് ഞാൻ പാടാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പം അങ്ങനെ ഒരു എൻ്റെ ഐഡൾ എന്നെ വിളിച്ചപ്പോൾ ഭയങ്കര
ഭയങ്കര ഗ്രേറ്റ്ഫുൾ. ജാനകിയമ്മയുടെ ഒരു പാട്ട് 3 റിയാലിറ്റി ഷോയിലും പാടാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. 3 റിയാലിറ്റി ഷോയിൽ ഞാൻ പാടി. 3 ഏറ്റവും കോമഡി എന്താ വെച്ചാൽ 3 വർഷം പാടുമ്പോൾ എൻ്റെ ഏജ് കൂടുന്ന പോലെ പിച്ചും കൂടുന്നുണ്ടായിരുന്നു. ആദ്യം ബിയിൽ പാടി, പിന്നെ സിയിൽ പാടി, പിന്നെ സി ഷാർപ്പ് പാടി. അങ്ങനെ ആ നിമിഷത്തിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. ഞാൻ എല്ലാ സ്ഥലത്തും എന്നുവെച്ചാൽ ആ പാട്ട് പാടിയാൽ ഒരു ബെഞ്ച് മാർക്കാണ് ആ പാട്ട്. എല്ലാവർക്കും ഒരു പൊട്ടൻഷ്യൽ മനസ്സിലാവുന്ന വെച്ചാൽ മെലഡിയും ഉണ്ട് അതിൽ, പക്ഷെ എന്നാൽ കുറച്ച് ക്ലാസിക്കൽ എലമെന്റ്സും ഉണ്ട്. ആ ഒരു പാട്ട് ഭംഗിയായിട്ട് പാടിയാൽ ആൾക്കാർക്ക് മനസ്സിലാവും സിംഗർ എന്താന്നുള്ളത്. ഇപ്പൊ ജാനകിയമ്മയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ആ പാട്ട് ഒന്നുകൂടി പാടിയാലോ? ആ നിമിഷത്തിൻ്റെ നിർവൃതിയിൽ ഞാനൊരാവണി തിന്നലായി മാറി. ആ നിമിഷത്തിൻ്റെ നിർവൃതിയിൽ ഞാനൊരാവണി തിന്നലായി മാറി. 1000 ഉന്മാദരാത്രികൾ തൻ ഗന്ധം ആത്മദളത്തിൽ തുളുമ്പി, ആത്മദളത്തിൽ തുളുമ്പി. ആ നിമിഷത്തിൻ്റെ നിർവൃതിയിൽ ഞാനൊരാവണി തിന്നലായി മാറി. പിന്നെ അതുപോലെ തന്നെ സരിഗമപ റിയാലിറ്റി ഷോ വന്ന സമയത്ത് ഒരു ഗ്രൂമിങ് ഉണ്ടാവുമല്ലോ, അപ്പൊ ആ ഗ്രൂമിങ്ങിനെ പറ്റിയിട്ടൊക്കെ എന്താ പറയാ? അതായത് നല്ലൊരു ഗ്രൂമിങ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ അത്രയും പെർഫെക്റ്റ് ആയിക്കൊണ്ടേയിരിക്കും നമ്മുടെ സിംഗിങ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഗ്രൂമേഴ്സിനെ കുറിച്ചിട്ടൊക്കെ? ഗ്രൂമിങ്ങിനെ പറ്റി പറയുമ്പോൾ ഞാൻ ടോപ്പ് സിംഗറിൽ വന്ന ടൈമിൽ എനിക്ക് ഗ്രൂമിങ് എന്താന്ന് പോലും അറിയില്ലായിരുന്നു. അപ്പോൾ അവിടെ വന്നപ്പോൾ ശ്യാം സാറ്, വൈശാഖ് സീൽ സാറ്, വൈശാഖ് പി കെ സാറ്, സ്വാതി സാറ്, 4 ഗ്രൂമേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ സ്വന്തം ആൾക്കാരെ പോലെ നന്നായിട്ട് ഗ്രൂം ചെയ്യും. എല്ലാ ദിവസവും ഗ്രൂമിങ് ഉണ്ടാവും. അപ്പോൾ ടോപ്പ് സിംഗറിൽ പോയാൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് എല്ലാ ദിവസവും നമ്മൾ ഓരോരോ പാട്ട് പഠിച്ചുകൊണ്ടിരിക്കുക, ഓരോരോ അത്രയും ടഫ് പാട്ടുകളായിരിക്കും. അപ്പോൾ അത് പാടിക്കൊണ്ടിരിക്കുക, പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ഒരു 2 വർഷം എനിക്ക് അവിടെ നിന്ന് കിട്ടിയ ഗ്രൂമിങ്ങും എക്സ്പീരിയൻസും ഒക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഒരു റിയാലിറ്റി ഷോയിൽ വന്നപ്പോൾ എനിക്ക് എന്ന് വെച്ചാൽ ഇപ്പോൾ ഗ്രൂമിങ് അങ്ങനെയല്ല, ഗ്രൂമിങ് ഇപ്പോൾ ഒരു കുറച്ച് ഗ്രൂമിങ് കിട്ടിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും എനിക്ക് ഒറ്റയ്ക്ക് പഠിച്ചെടുക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് ടോപ്പ് സിംഗറിൽ വന്നതിന് ശേഷം കിട്ടിയിട്ടുണ്ട്. ഗ്രൂമിങ് ഓഫ്കോഴ്സ് കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സരിഗമപയിലെ ഗ്രൂമേഴ്സ് ആയാലും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ടോപ്പ് സിംഗറിൽ ആ 2 വർഷത്തെ ഒരു അത്രയും ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് ഒരു ഫിൽറ്റർ ചെയ്ത ഒരു ഇതിലെത്തൂലേ, അത് ഇപ്പം സ്റ്റേജ് ഷോയിൽ പാടുമ്പോഴും പുതിയ പാട്ടൊക്കെ പഠിക്കുമ്പം നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ആണ്, എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പഠിച്ച് പാടാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം അതൊക്കെ ഗ്രൂമിങ്ങിൻ്റെ ഒരു അതെ, നമ്മുടെ പാട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു പെർഫെക്റ്റ് ആവുന്നതിൽ ഇവരൊക്കെ പങ്കുവച്ചിട്ടുണ്ട് അല്ലേ? അതുപോലെ സ്റ്റേജ് ഷോയില് പാട്ട് പാടുന്ന സമയത്ത് ഇപ്പൊ റിയാലിറ്റി ഷോയിലെ പോലെ ഒരു സ്റ്റേജ് ഷോയില് പാടുന്നത് ഇത്രയും ക്രൗഡ് ആയിരിക്കും, ഓപ്പൺ സ്പേസ് ആയിരിക്കും. അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്റ്റേജ് ഷോസ് ഇങ്ങനെ ഇന്ററാക്ട് ചെയ്ത് പാടാനും. ഇപ്പൊ പക്ഷെ മെലഡി കുറച്ചൊരു 5-6 പാടി കഴിഞ്ഞാൽ നേരെ ഫസ്റ്റിലേക്ക്. പക്ഷെ എനിക്ക് ഫസ്റ്റും പാടാൻ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരുടെ അടുത്തും ഇറങ്ങി ചെന്ന് ഇന്ററാക്ട് ചെയ്ത് പാടാനൊക്കെ ഒരുപാട് ഇഷ്ടം. അതേമാതിരി പ്രോഗ്രാം കഴിഞ്ഞാൽ കുറേ ആൾക്കാർ നമ്മളെ കാണാൻ വരും, ഇങ്ങനെ ഈ ഷോയിൽ ഇത് പാടിയില്ലേ അത് പാടിയില്ലേ, അങ്ങനെ ഒരുപാട് കോംപ്ലിമെന്റ്സ് തരും. സ്റ്റേജ് ഷോ വേറൊരു എക്സ്പീരിയൻസ്, അതിന് വേറൊരു സാധനം വേണം. അപ്പൊ നമുക്ക് ഫൈനൽ സ്റ്റേജിൽ തകർത്ത ഹരിമുരളീരവൻ നമുക്ക് കേട്ടാലോ? മധുമൊഴി രാധേ നിന്നെ തേടി
സരി ഗരി ഗമ സരി ഗരി ഗമ ഗമ പ പദ മ പദ പദ നി മ പദ പദ നി ധനി സനി സരി മ ഗരി സനി സരി ഗ സ മ ഗരി സനി സരി ഗ സ മ ഗരി സനി സരി ഗ ഹരി മുരളീരവം ഹരിത വൃന്ദാവനം പ്രണയ സുധാമയ മോഹനഗാനം ഹരി മുരളീരവം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വിന്നർ ആയതിനു ശേഷം അല്ലെങ്കിൽ അതിന് മുൻപ് നമുക്കൊരു വേറൊരു ലൈഫായിരുന്നു. ഇപ്പൊ റിയാലിറ്റി ഷോകളിലൊക്കെ വന്നതിന് ശേഷം ലൈഫിൽ വന്നൊരു ചേഞ്ച് എന്താണ് ശരിക്കും? എല്ലാവരും റെക്കഗ്നൈസ് ചെയ്യും, പിന്നെ കുറേ ഓപ്പർച്യൂണിറ്റീസ് നമ്മളെ തേടി വരും. കാരണം ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ വരുമ്പം കുറേ ആൾക്കാർ കാണുന്നതുകൊണ്ട് കുറേ ഓപ്പർച്യൂണിറ്റി. ഇപ്പോൾ വിന്നറായതിനു ശേഷം ഇങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച, ഇപ്പോൾ എൻ്റെ ലൈഫിൽ ഏറ്റവും ഹാപ്പിയസ്റ്റ് ഫേസ് ആണ്. അപ്പോൾ റെഡ് കളറിലെ ഡ്രസ്സൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ക്രിസ്മസ് സോങ് പാടിയാലോ? ഓക്കെ. പൈതലാം യേശുവേ ഉമ്മ വെച്ചുണർത്തിയ ആട്ടിടയാർ ഉന്നതരേ, നിങ്ങൾ തൻ ഹൃത്തിൽ യേശുനാഥൻ പിറന്നു. ലലലാ 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 ലലാ ആഹാ ആഹാ ആഹാ. ദേവുട്ടി ഒരു വേഴ്സിറ്റൈൽ സിംഗർ തന്നെയാണെന്ന് എനിക്ക് ഇത്ര നേരം പാട്ട് പാടി കേട്ടപ്പം തന്നെ എനിക്ക് മനസ്സിലായത്. പ്രേക്ഷകർക്കും അത് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇപ്പൊ ഒരു ക്രിസ്മസ് ഒരു നമ്മുടെ ഒരു എപ്പിസോഡില് ദേവുട്ടിയുടെ അതിഥിയായി വന്നെന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രൗഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതായത് ഇത്രയും നന്നായിട്ട് പാടുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് വരെ ഞാൻ മറന്നുപോയി. ആ പാട്ടിൽ ഞാൻ ലയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഒരുപാട് സന്തോഷം സിന്ധു ചേച്ചീൻ്റെ ഒറോറ മീഡിയ നെറ്റ്വർക്കിൽ വരാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അതെ.